ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ്. കൊറ്റംകുളങ്ങരയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിളക്ക് ചമയവിളക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിക്കാം. ചമയവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നതിനാണ് ചമയവിളക്ക് എന്ന് പറയുന്നത്. ഞാനപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് എന്താ പറയുക, നമ്മൾ കാണാത്തൊരു കാഴ്ചകൾ കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പം ഈ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷമാണ് ആണുങ്ങൾ പെൺവേഷം കെട്ടി. ദേവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വേഷം കൂടിയാണ്. അതുകൊണ്ട് അവിടെയുള്ള മിക്കവാറും ആ പരിസരത്തുള്ള എല്ലാവരും, പിന്നെ ദൂരേന്ന് വരയ്ക്കുള്ള ആളുകളാണ് സ്ത്രീകളെക്കാൾ ഭംഗി, അത്രയ്ക്ക് അതിസുന്ദരിമാരെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം സ്ത്രീകളാണെന്ന് പറയേണ്ടുന്ന ഒരു കാര്യമില്ല. പക്ഷെ അവർ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്നത് തീർച്ചയായിട്ടും പോകണമെന്ന് അറിയിക്കുന്നു. ക്ഷേത്രത്തിലും അറിയിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ക്ഷേത്ര ദർശനത്തിന് വരുന്ന എല്ലാ ഭക്തജനങ്ങളും ചമയവിളക്കുമായി ദേവിയുടെ തിരുമുന്നിൽ വന്ന് തൊഴിൽ പ്രസാദവും വാങ്ങിച്ചു ചമയവിളക്ക് എത്തിക്കാൻ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ചമയവിളക്കുമായി കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിൽ നിന്നും 100 രൂപയുടെ സംഭാവന കൂപ്പണുകളും വാളണ്ടിയേഴ്സിന്റെ കയ്യിൽ നിന്നോ അറിയിക്കുന്നു. കാഴ്ചകൾ അതാത് സ്ഥലത്ത് തന്നെ തുടരുന്നത് ഇവിടുത്തെ ആചാരമാണ്. വെളുപ്പിനെ ചമയവിളക്ക് കണ്ട് ദേവി എഴുന്നള്ളി വന്ന് വീണ്ടും കെട്ടുകാഴ്ചകൾ കാണുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കെട്ടുകാഴ്ചകൾ ശ്രദ്ധിക്കാം. ചമയവിളക്കില്ലാതെ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തിരിക്കുന്ന ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കിഴക്കേ ഗേറ്റ് വഴി പുറത്തേക്കാണെന്നാണ്. ശ്രദ്ധിക്കാം. ചമയവിളക്കില്ലാതെ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി ഓഫീസിൽ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. വാങ്ങേണ്ടതാണ്. ക്ഷേത്രത്തിന്റെ വടക്കേ ഗേറ്റിലും
ദർശനം നടത്തണമെന്ന് അറിയിക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ തക്കാശ്ശേരി മുതൽ പല ബസ് സ്റ്റാൻഡ് വരെ 20 രൂപയിലും ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ വാഹനം വളരെ ഡോക്ടർ അനുഭവപ്പെടുകയാണ്. അത് മനസ്സിലാക്കി എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. നടന്നു